പീപ്സ്, ഇറ്റ്സ് മീ നിങ്ങളുടെ സ്വന്തം അന്നമോ. ഞാനിപ്പോൾ ഉള്ളത് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ടെമ്പിളിലാട്ടോ. ആറന്മുള എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് വള്ളസദ്യയും ആറന്മുള കണ്ണാടിയും ഒക്കെയല്ലേ ഓർമ്മ വരുന്നത്. അതെ, ഞാനിപ്പോ വന്നേക്കുന്നത് ആറന്മുള വള്ളസദ്യ കഴിക്കാനാട്ടോ. ഈ ഒരു വള്ളസദ്യ ടിക്കറ്റ് കിട്ടുന്നത് അത്ര എളുപ്പമൊന്നും അല്ല. എനിക്കെങ്ങനെ കിട്ടിയെന്ന് ആദ്യം പറയാം. തൃശ്ശൂരുള്ള യോഗ ചേച്ചിയും ചേട്ടനും ആട്ടോ എന്നെ ഇൻവൈറ്റ് ചെയ്തത്. അവർക്ക് ആറന്മുള പള്ളിയോടവുമായി ബന്ധപ്പെട്ട ഒരു കളരിയേഷൻ കൊടുത്ത ടിക്കറ്റ്. ഈ ഒരു വള്ളസദ്യ നടക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ചെങ്ങന്നൂരുള്ള ആറന്മുള ശ്രീ പാർത്ഥസാരഥി ടെമ്പിളിലാണ്. ക്ഷേത്രത്തില് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ അമ്പലം എല്ലാം ചുറ്റി നടന്ന് കണ്ടതിന് ശേഷം നേരെ പള്ളിയോടങ്ങൾ കാണാൻ വേണ്ടി പോയി. സ്വാതന്ത്ര്യ ദിനമായതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് വള്ളങ്ങളിൽ വെച്ചേക്കുന്നത്. വള്ളസദ്യയുടെ ആചാരം എന്താണെന്ന് വെച്ചാല് ചുണ്ടൻ വള്ളങ്ങളിൽ, അതായത് പള്ളിയോടങ്ങളിൽ എത്തുന്ന വള്ളക്കാരെ ഭക്തരും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കുടുംബങ്ങളും ചേർന്ന് സ്വീകരിച്ച് അവർക്ക് വിഭവസമൃദ്ധമായ സദ്യ നൽകുന്നു. കൂടാതെ വള്ളക്കാരെ ഭഗവാന്റെ അതിഥികളായി കാണുന്നു. ഇതാണ് ഇതിന്റെ ഒരു വിശ്വാസം. പിന്നെ വള്ളപ്പാട്ടാണ് മെയിൻ. പരമ്പരാഗത വള്ളപ്പാട്ട് പാടിയാണ് ഓരോ പള്ളിയോടങ്ങളും വരുന്നത്. അത് കാണാൻ തന്നെ നല്ല രസമാണ്. വള്ളക്കാര് കരക്കെത്തിയാല് ഇങ്ങനെ സ്വീകരിച്ച് വള്ളപ്പാട്ടോടുകൂടി സദ്യ കഴിക്കാൻ കൊണ്ടുപോകും. തെക്കേമുറി കിഴക്ക് പള്ളിയോടത്തിന്റെ റെസീറ്റാണ് എനിക്ക് കിട്ടിയത്. ഏകദേശം 50-ൽ കൂടുതൽ വിഭവങ്ങളുള്ള ഒരു വലിയ സദ്യ തന്നെയാണ് കേട്ടോ ഒരു വള്ളസദ്യ. വള്ളക്കാരുടെ കൂടെ സദ്യ കഴിക്കാൻ കയറിയാൽ മാത്രമേ നമുക്കിങ്ങനെ പാട്ടുപാടിയുള്ള സദ്യ വൈബ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് നമുക്ക് വള്ളക്കാരെയോ ക്ഷേത്ര കമ്മിറ്റിക്കാരെയോ പരിചയം ഉണ്ടായിരിക്കണം. വള്ളസദ്യ നമുക്ക് നേരിട്ടോ ഓൺലൈനായിട്ടോ ബുക്ക് ചെയ്യാം. ഡെയിലി 360 പേർക്ക് സദ്യ ഉണ്ടാകും. 250 പേർക്ക് ഓൺലൈനായും 110 പേർക്ക് നേരിട്ടും ബുക്ക് ചെയ്യാൻ സാധിക്കും. ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാനാണെങ്കിൽ ആറന്മുള വള്ളസദ്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ജൂലൈ 19 മുതൽ സെപ്റ്റംബർ 16 വരെയാണ് കേട്ടോ ഈ വർഷം ആറന്മുള വള്ളസദ്യ നടക്കുന്നത്. അത് പ്രത്യേകം ഓർമ്മിക്കുക. അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. വളരെ കോയിൻസിഡൻസ് ആയിട്ടാണ് എനിക്ക് ഈ ആറന്മുള വള്ളസദ്യക്ക് പോകാൻ വേണ്ടി പറ്റിയത്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വേറൊരു വീഡിയോ ആയിട്ട് വരാം. സ്റ്റേ ട്യൂൺ ഗൈസ്. ടാറ്റാ.